നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 75. ജി പോകുന്നതും നോക്കി മീനു അങ്ങനെ നിന്നു. അവനൊന്ന് തിരിഞ്ഞു നോക്കണേയെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പക്ഷെ അതുണ്ടായില്ല. എങ്കിലും അവൻ കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ അവൾ നോക്കി നിന്നു. പെട്ടെന്നാണ് മീനു ആ ശബ്ദം കേട്ടത്. "ആരെയാ മോളെ ഈ നോക്കുന്നേ?" പരിചയമുള്ള ശബ്ദം. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു. ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ട് മീനു ശരിക്കും നെട്ടി. "ആമി, നീയോ? നീ എപ്പോഴാ വന്നേ?" കണ്ട സന്തോഷത്തിൽ മീനു ചോദിച്ചു. പരസ്പരം രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. "എടി, നീ വരുന്ന കാര്യം എന്നോട് പറഞ്ഞൂല്ല." വല്ലാത്തൊരു സർപ്രൈസായിപ്പോയി, മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീനുവിൻ്റെ കൂട്ടുകാരിയാണ് ആമി. അവൾ വിദേശത്തായിരുന്നു. നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ശരിക്കും സർപ്രൈസ് ആയത് ഞാനാണ്, ആമി തിരിച്ചു പറഞ്ഞു. അതെന്തേ? അതെങ്ങനെ? അല്ല, ഞാൻ ഒരു കാഴ്ച കണ്ടു, അതിലാകെ സർപ്രൈസായിപ്പോയി. എന്ത് കാഴ്ച? ആരാ മോളെ ആ പോയത്? ആമി മീനുവിനോടായി ചോദിച്ചു. അത് നീ ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രം ആരായാള്? അത് പറയൂ, നീ വാ, വിഷയമൊക്കെ പറയാം. നീ എന്നോട് ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല, നീ നാട്ടിൽ വന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഇങ്ങനൊരു കാര്യമായിരിക്കുമെന്ന്. എടി, നീ വാ, ഞാൻ പറയാം. ശരി, ഇനി എന്തായാലും ഇത് ബാക്കി അറിഞ്ഞിട്ട് വേറെ വിശേഷങ്ങൾ പറയുന്നുള്ളൂ. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും മീനുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ഈ സമയം ജയ് സൂപ്പർ മാർക്കറ്റിലെത്തി. കേറിയുടൻ ജയ് അന്വേഷിച്ചത് അഖിലിനെയായിരുന്നു. "വിനോദ്, അഖിൽ എവിടെ?" "അഖിൽ ദേ നിൽക്കുന്നു," അഖിലിനെ ചൂണ്ടി വിനോദ് പറഞ്ഞു. "നീ ഇവിടെ നിൽക്കുകയാണോ? നീ ഇതെവിടെയാടാ പോയത്? പോകുമോന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ, നീ എവിടെയാ പോയേ?" ജയ്യെ കണ്ടയുടൻ അഖിൽ ചോദിച്ചു. അതൊക്കെയുണ്ട്, എനിക്ക് നിന്നൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ ഇപ്പോൾ ഫ്രീ ആണോ?" "ഇപ്പോൾ ഫ്രീ ആണോന്ന് വെച്ചാൽ കസ്റ്റമറൊന്നുമില്ല, നീ പറഞ്ഞോ." "എന്താ കാര്യം? നീ എവിടെയാ പോയേ?" "എടാ, അത് ഞാൻ പറയാം. എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം ചോദിക്കാനുള്ളത്. നമുക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാലോ?" "ഓക്കെ, എന്താടാ അത്ര വലിയ സീരിയസ്? നീ വാ, എനിക്കൊന്ന് ചോദിക്കാനുണ്ട്, പെട്ടെന്ന് വാ." അഖിലിനെയും കൂട്ടി അവൻ പുറകിലേക്ക് നടന്നു. "എടാ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ നീ എടുക്കണം. ഒരു തമാശയായിട്ട് നീ ഇതിനെ കാണരുത്. എടാ, നിങ്ങൾ ടെൻഷൻ എടുക്കാതെ കാര്യം പറയ്." അഖിൽ മറുപടി പറഞ്ഞു. "എടാ, ഞാൻ നിന്നോട് ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അതിന് നിനക്ക് മനസ്സിലായത് വെച്ച് ഒരു ഉത്തരം പറയണം." "നീ എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് പറയുന്നു, ചോദ്യമാണെന്ന് പറയുന്നു, എന്താടാ ശരിക്കും?" "എടാ, ഞാൻ പറയട്ടെ. നീ നിൻ്റെ അഭിപ്രായമാണ് പറയേണ്ടത്, അത്ര നിനക്ക് മനസ്സിലായില്ലേ?" മനസ്സിലായി, നീ കാര്യം പറ." "എടാ, ഒരു പെൺകുട്ടി." "പെൺകുട്ടിയോ?" "എടാ, ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്ക് നീ." ജയ് പറഞ്ഞു. "ശരി, പറ." "ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സായിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അവൾക്കൊരു മകളുണ്ട്. അവൾ ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്താണെന്ന് അവളുടെ വീട്ടുകാർക്ക് ഇതുവരെ അറിയില്ല. പിന്നെ ഇവളാണെങ്കിൽ ഇന്ന് വരെ എന്താണ് കാരണമെന്ന് പറഞ്ഞിട്ടുമില്ല. അതുമാത്രമല്ല,
ഇവളുടെ വീട്ടുകാർക്ക് ഈ ഇവളുടെ ഭർത്താവുണ്ടല്ലോ, അതായത് അവരുടെ മരുമകൻ, അവരെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. അവൻ വളരെ നല്ലവനാണെന്നും തൻ്റെ മകളുടെ കുറ്റം കൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്നാണ് അവളുടെ വീട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉം. പക്ഷേ ഉം, ഇവളെ അവൻ തല്ലുമായിരുന്നു. ഏ ആ ഇവളെ അവൻ നന്നായിട്ട് ദ്രോഹിക്കുമായിരുന്നു. പക്ഷെ ഇതുവരെ ഇവളുടെ വീട്ടുകാർക്ക് ഇത് അറിയില്ല, ഇവളായിട്ട് ഇത് പറഞ്ഞിട്ടുമില്ല. എടാ, എന്തായിരിക്കും അതിൻ്റെ റീസൺ? ജയ് പറഞ്ഞു നിർത്തി. അല്ലടാ, നീ എന്താ വല്ല സിനിമ കഥയും കേട്ടിട്ട് വന്നതാണോ? എടാ, സിനിമാ കഥയൊന്നും അല്ല, എനിക്ക് നിൻ്റെ അഭിപ്രായം അറിയേണ്ട ഒരു കാര്യമാണിത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. മനസ്സിലായി. ആ എന്ത് മനസ്സിലായി? ജയ് അഖിലിനോട് ചോദിച്ചു. നിൻ്റെ ഈ സ്വഭാവം നീ എപ്പോഴാടാ മതിയാക്കുന്നേ? എടാ, എനിക്ക് മനസ്സിലായി, ഏതോ ഒരുത്തൻ്റെ ജീവിതത്തിലേക്ക് നീ തലയിടാൻ പോവുകയാണ്, അതെനിക്ക് മനസ്സിലായി. അഖിൽ പറഞ്ഞു. എടാ, അങ്ങനെ അല്ലടാ. എടാ, നിനക്ക് നിൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നിന്നെ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്കല്ലാതെ വേറെ എവിടെയും കൊണ്ടെത്തിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നിനക്ക് എന്താണ് ഇത്രയും താല്പര്യം? ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിന് പുറകെ പോവുക, ഒരാളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കുക. എന്തിൻ്റെ കേടാടാ നിനക്ക്? നിൻ്റെ ഈ സഹായ സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, കുരുക്കിൽ കൊണ്ടെത്തിക്കുന്നത്. എന്നാലും നീ പഠിക്കില്ല. നിനക്ക് എന്തിൻ്റെ കേടാടാ? അഖിൽ ജയ്യോട് ചോദിച്ചു. എടാ, അങ്ങനെ അല്ലടാ, ഇത് അങ്ങനെ ഒരു കാര്യമല്ല. പിന്നെ നിനക്ക് എവിടുന്നാ ഈ ഒരു പെണ്ണും ഇങ്ങനെയൊരു സ്റ്റോറിയും കിട്ടിയേ? ഇതാരുടെ ജീവിതത്തിൽ നടന്ന കഥയല്ലേ, അല്ലാതെ സിനിമാ കഥയൊന്നുമല്ലല്ലോ. അഖിൽ ചോദിച്ചു. എനിക്ക് മനസ്സിലായി. നിനക്കിപ്പോൾ ഇതിലെന്താ നിനക്ക് അറിയണ്ടേ? എടാ, ഞാൻ പറഞ്ഞല്ലോ, അവൾ എന്തുകൊണ്ടായിരിക്കും അവളുടെ ഭർത്താവ് അവളെ അങ്ങനെ ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യം പറയാതിരിക്കുന്നത്? അല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് ഇത്രയും നാളായിട്ടും അവൾ എന്തിനത് മറച്ചു വയ്ക്കുന്നു? എനിക്ക് അതാ അറിയേണ്ടത്. അതറിഞ്ഞിട്ട് ഇപ്പം നിനക്ക് എന്ത് ചെയ്യാനാ? അതല്ല, അതാണ് നിനക്ക് അറിയേണ്ടതെങ്കിൽ നീ ഇത് അവളോടല്ലേ ചോദിക്കേണ്ടത്. നീ ഇത് എന്നോട് ചോദിക്കുന്നതിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. എടാ, നിന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവളോട് ചോദിച്ചു. എന്നിട്ട് പക്ഷെ അവൾ പറയുന്നില്ലടാ. അപ്പം നിനക്ക് ആ പെണ്ണിനെ പരിചയമുണ്ട് അല്ലേ? ആ പരിചയമുണ്ട്. അവളുടെ ഭർത്താവ് തല്ലുമായിരുന്നു നിന്നോട് ആര് പറഞ്ഞു? അവൾ പറഞ്ഞിട്ടില്ല. പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ന്യൂസ്? അഖിൽ ചോദിച്ചു. അത് അവളുടെ മകള് പറഞ്ഞതാ, അമ്മയും അച്ഛൻ തല്ലുമായിരുന്നെന്ന്. ഓ, അങ്ങനെ. അപ്പം മകളെയും നിനക്ക് പരിചയമുണ്ട്. അപ്പം ഏകദേശം നിൻ്റെ ബന്ധുവായിരിക്കും അല്ലേ? ആ, ബന്ധുവിനെ പോലെ തന്നെയാണ്. അല്ല, ബന്ധുവല്ലാത്തൊരു പെണ്ണിനെ നിനക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നീ കാര്യം പറയടാ, നിനക്ക് എന്താ തോന്നുന്നേ? എന്തായിരിക്കും റീസൺ? പ്ലീസ്ഡാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. വീണ്ടും ജയ് അഖിലിൻ്റെ മുന്നിലൊന്ന് കെഞ്ചി. എടാ, എനിക്കിപ്പോൾ ഇത് കേട്ടിട്ട് തോന്നുന്ന ഒരു കാര്യം നിന്നോട് പറയണം അല്ലേ? അതെ. ഒന്നെങ്കിൽ ഭർത്താവ് ഭാര്യയെ തല്ലുമായിരുന്നു അല്ലേ? പക്ഷേ ഡിവോഴ്സായിട്ട് ഇത്രയും വർഷമായിട്ടും അവളിത് അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇല്ല, ഭർത്താവിനെക്കുറിച്ച് ഒരു മോശം അവൾ പറയുന്നുമില്ല. അപ്പോൾ ഡിവോഴ്സ് ആവുന്നതിന് കാരണം ചോദിക്കില്ലേ? അപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല. അതെനിക്കറിയില്ല. എന്നോടിപ്പോൾ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് പിരിഞ്ഞു എന്നാണ്. ഓ, അപ്പോൾ ഡിവോഴ്സ് ആവുന്ന സമയത്ത് പോലും ആ കാരണങ്ങൾ എവിടെയും വന്നിട്ടില്ല. ഇല്ല, അവളുടെ വീട്ടുകാർക്ക് പോലും ഇതുവരെ അറിയത്തുമില്ല. അവൾ വേറെ കല്യാണം കഴിച്ചോ? ഡിവോഴ്സായിട്ട് ഇപ്പോൾ 10 വർഷമായില്ലേ, അപ്പോൾ വേറെ കല്യാണം കഴിച്ചോ അവൾ?
അഖിൽ ജെയ്യോട് ചോദിച്ചു. "അം, കല്യാണം കല്യാണം ഇല്ല, കഴിച്ചിട്ടില്ല." അതിന് എന്ത് മറുപടി പറയണമെന്ന് ആദ്യം ജയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും 1 വർഷത്തെ ഞങ്ങളുടെ വിവാഹം അതിന് മറുപടിയായി ഇരിക്കണ്ട എന്ന് ജയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. "ഉം, അങ്ങനെയാണെങ്കിൽ കാര്യം സിമ്പിളായിരിക്കും." സിമ്പിളോ എന്നുവെച്ചാ? ജയ് മനസ്സിലാവാതെ അഖിലിനെ നോക്കി. അതായത് ഈ ചിലരുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ചിലർക്ക് അതൊരു അഡിക്ഷനാണ്. എന്നുവെച്ചാൽ എന്താ ഇപ്പോൾ പറയണ്ടേ, അവരൊരിക്കൽ ഒരാളെ സ്നേഹിച്ചു പോയാൽ അവർക്ക് പിന്നീട് ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ വെറുക്കാൻ പറ്റില്ല. അങ്ങനെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ഈ ലോകത്തുണ്ട്. ഈ പെണ്ണ് ആ കാറ്റഗറി ആയിരിക്കും. അത് ഇപ്പം നിനക്ക് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ, നീ അടുത്ത് കേട്ട ഈ കൊലപാതകങ്ങളും ഈ ഡിവോഴ്സ് കേസൊക്കെ നിനക്ക് കേട്ട് കാണില്ലേ? അതിലൊക്കെ അവർ ഒരുപാട് തവണ ഉപദ്രവിച്ച കഥയും ഒരുപാട് തവണ ഇൻസൾട്ട് ചെയ്ത കഥയൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് തവണ ചെയ്തിട്ടും അതൊക്കെ സഹിച്ചവർ നിന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തിയെ അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ദ്രോഹങ്ങളൊന്നും ഇവർക്ക് മനസ്സിലായില്ല. ഇനി അഥവാ മനസ്സിലായാലും അയാളൊന്ന് വന്ന് മാപ്പ് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വീണ്ടും പോവും. അതാണ് സത്യം. ഇപ്പോൾ ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ നീ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ തല്ലുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്. തല്ല് കൊള്ളാൻ പറ്റില്ലായിരിക്കും, മടുത്ത് കാണും. ആർക്കായാലും മടുക്കുമല്ലോ. അങ്ങനെ തല്ല് കൊള്ളണ്ടെന്ന് വിചാരിച്ച് അവൾ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഡിവോഴ്സായി കാണും. പക്ഷേ മനസ്സിലിപ്പോഴും അയാൾ തന്നെയായിരിക്കും. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും അയാളെ മറക്കാനോ പിന്നൊരാളെ സ്നേഹിക്കാനോ അവളെ കൊണ്ട് പറ്റിക്കാണില്ല. മനസ്സിലിപ്പോഴും അയാളെ തന്നെ അവൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അയാളെ ഒരിക്കലും ഒരു സ്ഥലത്തും ആ പെണ്ണ് മോശക്കാരനായിട്ട് ചിത്രീകരിക്കില്ല. കാരണം അവൾ എപ്പോഴും ഓർക്കുന്നത് അയാളുടെ നല്ല വശങ്ങളായിരിക്കും. അയാളൊത്തുമുള്ള നല്ല നിമിഷങ്ങളായിരിക്കും. നല്ല ഓർമ്മകളെ അവളിപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അയാളുടെ കൂടെയുള്ള ആ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെയും നല്ല ഓർമ്മകളെയും സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവളൊരിക്കലും അയാളുടെ മോശം വശം ആരുടെ മുന്നിലും കാണിക്കാൻ നിൽക്കില്ല. അങ്ങനെയൊക്കെ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട് സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു ചങ്ങലയാണെന്ന്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അതായത് ആ ചങ്ങല ആ കാലൊന്ന് കുരുക്കിയാൽ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ആ ചങ്ങല പൊട്ടിച്ച് അവർക്ക് ഓടാൻ പറ്റില്ല. കാരണം അതൊരിക്കൽ കുരുക്കി പോയതാണ്. നീ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ ആദ്യ പ്രണയമൊക്കെ ചില സമയത്ത് അങ്ങനെ ആവാറുണ്ട്. എത്ര വർഷം കഴിഞ്ഞാൽ നമുക്കത് മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആദ്യത്തെ കാമുകനോട് തോന്നിയൊരു താല്പര്യം ഇനി എത്ര കാമുകൻ വന്നാലും തോന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചിലരുടെ കാര്യത്തിൽ. ചില പെൺപിള്ളേർ മാത്രമല്ല, ആൺപിള്ളേരും ഈ ഒരു കാറ്റഗറിയിൽ വരാറുണ്ട്. ഒരു പെണ്ണിനെ അങ്ങ് സ്നേഹിച്ചാൽ അവൾക്ക് വേണ്ടി ചാവാൻ തയ്യാറാവുന്ന ആൺപിള്ളേരെ കണ്ടിട്ടില്ലേ? അവളിനി എന്തൊക്കെ തെറ്റ് ചെയ്താലും അവൻ സഹിക്കും. അങ്ങനെ ആൺപിള്ളേർ ഈ ലോകത്തുണ്ട്. മനസ്സിലായോ? അവളെ നഷ്ടപ്പെട്ട ജീവൻ കളയാൻ തയ്യാറാകുന്ന ആൺപിള്ളേരില്ലേ? അതേപോലെ പെൺപിള്ളേരുണ്ട്. അവരോട് ചെയ്യുന്ന ദ്രോഹമോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നതോ ഇതൊന്നും വിഷയമായിരിക്കില്ല. അവരുടെ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് മതിയായിരിക്കും എല്ലാം മറക്കാൻ. എന്നിട്ട് വീണ്ടും അവരുടെ പുറകെ ചെല്ലും, ഒരു സെൽഫ് റെസ്പെക്റ്റ് പോലും ഇല്ലാതെ. പക്ഷേ അവിടെ സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതാണ്. അപ്പോൾ അവർക്ക് തോന്നും തൻ്റെ സെൽഫ് റെസ്പെക്റ്റിനേക്കാളും വലുതാണ് എനിക്ക് അയാളോടുള്ള സ്നേഹമെന്ന്. അതുകൊണ്ട് തന്നെ പുറകെ ചെല്ലും, അയാളെ മറക്കാതെ മനസ്സിൽ കൊണ്ട് നടക്കും. അങ്ങനെയും ചില എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില ആൾക്കാരൊക്കെ ഈ ലോകത്തുണ്ട്. ചിലരുടെ സ്നേഹത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ തയ്യാറാവും. അവർ ചിലപ്പോൾ നമ്മളെ ജീവൻ എടുക്കാൻ വന്നാൽ പോലും നിന്നു കൊടുക്കാൻ തയ്യാറായ കുറച്ച് പേര്. അങ്ങനെയൊക്കെ സ്നേഹമുണ്ട് ഈ ലോകത്ത്. അതൊക്കെ ഒരുതരം എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഡിക്ഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറയില്ലേ മൊബൈൽ അഡിക്ഷൻ. അതേപോലെ നമ്മളൊരു കാര്യത്തിൽ അങ്ങ് അഡിക്റ്റായിട്ട് പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയില്ലേ, അതേപോലെയാണ്.
ചിലരുടെ സ്നേഹത്തിൽ നമ്മളങ്ങ് വീണു പോയാൽ, അവരിൽ നമ്മളങ്ങ് അഡിക്റ്റായി പോയാൽ, പിന്നെ നമുക്കൊരിക്കലും ആ ചങ്ങല പൊട്ടിച്ച് തിരിച്ചു ഓടാൻ പറ്റില്ല. നമ്മൾ ആ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കും. ചിലപ്പോൾ ഈ പെണ്ണ് ആ കാറ്റഗറി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ 10 വർഷമായിട്ടും അവൾ വേറൊരു വിവാഹം പോലും കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞേ. അതായിരിക്കും അവളുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ തന്നെയായിരിക്കും. അയാളുടെ തല്ല് കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചു കാണും. മനസ്സിലിപ്പോഴും അയാളെ കൊണ്ട് തന്നെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ സ്നേഹിക്കാനോ അവളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് അവൾ ചിന്തിക്കാതിരിക്കുന്നത്. അങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുക. ഓ, അപ്പോൾ അങ്ങനെയായിരിക്കുമോ? അഖിൽ പറഞ്ഞു നിർത്തിയപ്പോൾ അഖിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആകാംക്ഷയോടെ കേട്ടുകൊണ്ട് നിന്ന ജയ് ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞതാ, ഇങ്ങനെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം വെച്ച് അതിനോട് ഇത് പറഞ്ഞത്. നിനക്ക് ഓർമ്മയില്ലേ, ഞാൻ അന്ന് അവനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു പെണ്ണ്, അവനറിയാതെ തന്നെ 3-4 കാമുകന്മാരുണ്ടായിരുന്നു അവൾക്ക്. എന്നിട്ട് പോലും അവൻ അവളെന്ന് പറഞ്ഞ് മരിക്കുകയായിരുന്നു. അങ്ങനെയും ചിലർ ഈ ലോകത്തുണ്ടടാ. ആ കാറ്റഗറി ആയിരിക്കും ഈ പെണ്ണ്, അത്രയേ ഉള്ളൂ. ഓ, ശരിയാ നീ പറഞ്ഞത്, അത് കറക്റ്റായിരിക്കും. അതെ. ജയ് ആലോചനയിലായി. എടാ, നീ എന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനെടുക്കുന്നേ? നിന്റെ കാമുകിയൊന്നുമല്ലല്ലോ ഈ പറഞ്ഞ പെണ്ണ്, പിന്നെന്താ? ജയ്യുടെ മുഖം കണ്ട് അഖിൽ ചോദിച്ചു. ഏയ്, എൻ്റെ കാമുകിയൊന്നുമല്ല. അതിന് എനിക്കെവിടെയാ പ്രേമം കാമുകി ഉണ്ടാവാൻ? ജയ് അഖിലിനോടായി ചോദിച്ചു. ആ, അതാണ് വലിയൊരു സത്യം. നിനക്ക് പ്രേമമില്ലല്ലോ, പിന്നെ എവിടുന്ന് കാമുകി ഉണ്ടാവാൻ? അല്ല, നിൻ്റെ ഉദ്ദേശം എന്താ? പെണ്ണ് കിട്ടാനൊന്നും ഉദ്ദേശമില്ല, ഇങ്ങനെ തന്നെ പോകാനാ പ്ലാൻ? നിൻ്റെ അമ്മയെ മുന്നിൽ ഞാൻ പെടാത്തതുകൊണ്ട് ഇപ്പം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിന്നെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞ് എനിക്ക് സ്വൈര്യം തരാറുണ്ടായിരുന്നില്ല നിൻ്റെ അമ്മ. എടാ, നിനക്കൊരു പെണ്ണിനെയെങ്കിലും നോക്കിക്കൂടെടാ? ഇപ്പം നീ എന്നെ പെണ്ണ് കെട്ടിക്കുന്ന കാര്യമല്ല, ഒന്ന് നിർത്താവോ നീ? വെറുതെ. ജയ് ആലോചനയിലായി. അപ്പോൾ മീനുവിൻ്റെ മനസ്സിൽ അവളുടെ മുൻ ഭർത്താവ് തന്നെയാണിപ്പോഴും. അയാളോടുള്ള അടക്കാനാവാത്ത സ്നേഹമാണ് അവളെ അയാളെക്കുറിച്ച് ഒന്നും പറയാൻ അനുവദിക്കാത്തത്. അയാളത്രയും അവളെ ദ്രോഹിച്ചിട്ട് പോലും അവൾ ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെ. ജയ് മനസ്സിൽ പറഞ്ഞു. ഡാ, നീ എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നേ? നിന്റെ ആലോചന കണ്ട ആ പെണ്ണ് നിന്റെ കാമുകിയാണെന്ന് പോലെ തോന്നുന്നല്ലോ. അഖിൽ ചോദിച്ചു. കാമുകിയോ? അല്ല, നീ അത്രയ്ക്ക് ആലോചിക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചതാ. ഒന്ന് പോടാ. അല്ലടാ, എനിക്കതിൻ്റെ റീസൺ അറിയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇതായിരിക്കും റീസൺ എന്ന്. അത്രയേ ഉള്ളൂ. എടാ, ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞതാ. ഇത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം, എനിക്കറിയില്ലല്ലോ. തെറ്റില്ലടാ, നീ പറഞ്ഞത് തന്നെയാണ് ശരി. അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ഇത്രയും വർഷമായിട്ടും അവൾ ഇപ്പോഴും എന്തിനാ കള്ളം പറയുന്നത്? അയാളുടെ അതുമല്ല, അവളുടെ വീട്ടുകാർ പോലും അവളെ കുറ്റപ്പെടുത്തുന്നുണ്ടടാ. അവൾ നല്ലൊരു ഭാര്യ അല്ലാത്തതുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്ന് വരെ അവളുടെ അമ്മ വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അങ്ങനെ അല്ലെന്ന് അവൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളത് എതിർക്കാനെങ്കിലും ശ്രമിക്കില്ലേ? അതുപോലും അവൾ ചെയ്തിട്ടില്ല. അപ്പോൾ നീ പറഞ്ഞത് കറക്റ്റായിരിക്കും. അവളിപ്പോഴും അയാൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടാവും. അതായിരിക്കും ഇത്രയും വർഷമായിട്ട് പോലും അയാളെ അന്ന് ഒറ്റ കൊടുക്കാതിരിക്കുന്നത്, അല്ലേ? ആയിരിക്കും, അഖിൽ പറഞ്ഞു. പിന്നൊന്നു കൂടിയുണ്ട്. അതെന്താ? ജയ് സംശയത്തോടെ ചോദിച്ചു. ഒരു മകൾ കൂടിയുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആ, അതെ. എത്രയൊക്കെയായാലും ഇനി എന്തൊക്കെ ദ്രോഹിച്ചാലും ആ മകളുടെ അച്ഛൻ അയാളാണല്ലോ.
ആം, അത് ശരിയാണ്. ഉം. സ്നേഹമില്ലെങ്കിലും ആ ഒരു സിമ്പതിയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അയാളെക്കുറിച്ചൊരു മോശം പറഞ്ഞാൽ അത് അവളെയും ബാധിക്കുമല്ലോ. ചിലപ്പോൾ അതായിരിക്കും റീസൺ. അഖിൽ വീണ്ടും പറഞ്ഞു. "ഉം, അതും ശരിയാണ്. അപ്പോൾ അതായിരിക്കും റീസൺ. ഇതിലേതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും. പക്ഷെ നീ പറഞ്ഞതുപോലെ വീട്ടുകാർ അവളെ കുറ്റപ്പെടുത്തിയിട്ടും അയാളെക്കുറിച്ച് അവളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ മകളെക്കുറിച്ചുള്ളതിനേക്കാളും കൂടുതൽ അവൾക്ക് അയാളോട് ഇപ്പോഴും അത്രത്തോളം സ്നേഹമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അവൾക്ക് വീട്ടുകാരുടെ മുന്നിൽ അത് പറയാമല്ലോ. വീട്ടുകാരുടെ മുന്നിൽ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതെ, അതായത് അവളിപ്പോഴും അയാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അതാണ് നീ പറയുന്നത്. അല്ല, നീ പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു. എനിക്കിപ്പോൾ ഉറപ്പൊന്നും അറിയില്ലല്ലോ. അഖിൽ വീണ്ടും പറഞ്ഞു. അല്ലടാ, അത് തന്നെയാ ശരി. അത് തന്നെയാ കറക്റ്റ്. ജയ് വീണ്ടും പറഞ്ഞു. ജയ് എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണെന്ന് അഖിലിന് തോന്നി. എടാ, ഇതിപ്പോൾ നിൻ്റെ ആരാ? അത് നീ പറ. അഖിൽ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോടാ, എൻ്റെ ഒരു ബന്ധു. ആ, നിൻ്റെ ഏകദേശം ബന്ധുക്കളൊക്കെ എനിക്കറിയാം. അതിലാരാന്നാ ചോദിച്ചത്. നിനക്കറിയില്ല, ഇത് അകന്ന ബന്ധത്തിലുള്ളതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇപ്പോൾ കൂടുതലൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നീ വാ, നമുക്കൊരുപാട് ജോലിയുണ്ട്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. വാ. എന്ത് ജോലി? എടാ, പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എടുത്തു വെക്കണ്ടേ? വാ. ആ, ശരി. അങ്ങനെ ജയ്യും അഖിലും അവരുടെ ജോലിയിലേക്ക് മുഴങ്ങി. ഇനി വിശദമായിട്ട് പറയും മോളെ, ആരാണ് ആ പയ്യൻ? ആമിക്ക് അതറിയാതെ ഇരിക്കപ്രതിയില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ മീനുവിനോടായി വീണ്ടും ആമി ചോദിച്ചു. ഈ സമയം മീനുവും ആമിയും തൻ്റെ ക്യാബിനിലെത്തി. ഇനി പറ, എന്താണ് കഥ? എവിടെ വെച്ച് കണ്ടു? എങ്ങനെയാണ് കാര്യങ്ങൾ? അങ്ങനെ A to Z പടിയായിട്ട് പറ. എടീ, അങ്ങനെയൊക്കെ പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലു ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. ആമി പറഞ്ഞു. അല്ല, ആ പയ്യനെ കണ്ടപ്പോൾ അത്ര വലിയ പ്രായം തോന്നിയില്ല എനിക്ക്. പിന്നെ മുഖം കണ്ടില്ല വ്യക്തമായിട്ട്, എന്നാലും വലിയൊരു പ്രായമുള്ളൊരു പയ്യനായിട്ട് തോന്നിയില്ല. സത്യത്തിൽ പ്രേമം തന്നെയല്ലേ? ആമി മീനുവിനോടായി ചോദിച്ചു. എന്ത് പ്രായം? 32 വയസ്സൊക്കെ ഉണ്ടവന്. അത്ര ചെറിയ പയ്യനൊന്നുമല്ല. ആ ചോദ്യം ഇഷ്ടപ്പെടാതെ മീനു പറഞ്ഞു. 32 വയസ്സ്. അതായത് നിന്നേക്കാളും 8 വയസ്സിന് ചെറുതാണ് എന്നർത്ഥം അല്ലേ? അത് അതെ. വയസ്സ് പറഞ്ഞപ്പോഴേക്കും മൂക്ക് നന്നായിട്ട് പൊള്ളിയെന്ന് തോന്നുന്നു. ആമി മീനുവിനോടായി ചോദിച്ചു. അല്ല, പ്രായമൊക്കെ അതൊരു പ്രശ്നമൊന്നുമല്ലല്ലോ. പ്രായമൊക്കെ ഇപ്പോൾ ആരും നോക്കുന്നു? മീനു വീണ്ടും ചോദിച്ചു. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നു? മനസ്സുകൾ തമ്മിലുള്ള ഇതല്ലേ വേണ്ടത്, അല്ലാതെ പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നു? ആമിയുടെ ചോദ്യത്തിനായി മീനുവിൻ്റെ മറുപടി അങ്ങനെയായിരുന്നു. മനസ്സുകൾ തമ്മിൽ കൊള്ളാലോ. നീ ഒന്ന് പോ ആമി, വെറുതെ മനുഷ്യന്മാരെ. എന്തോ? ഒന്ന് ചുമ്മാതിരി ആമേ. എടി, ഉള്ളത് പറ, എന്താ സംഭവം? എന്തായാലും നിൻ്റെ മുഖത്ത് വിരിയുന്ന ഈ ഭാവങ്ങളുണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. എന്തിന്? അല്ല, നീ ഇനി ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടാവില്ല എന്നൊരു തീരുമാനം എടുത്ത പെണ്ണായിരുന്നല്ലോ.
ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല, ഇനിയൊരു പുരുഷനെ വിശ്വസിക്കില്ല എന്നൊക്കെയായിരുന്നല്ലോ നിൻ്റെ നിലപാട്. അങ്ങനെയുള്ള നീ ഈ ഒരു ലെവൽ വരെ എത്തിയല്ലോ, അത്രയും സന്തോഷം. എന്നാലും കൊള്ളാം പയ്യൻ, അങ്ങനെ വിചാരിച്ച് നിന്നെ കറക്കിയെടുത്തല്ലോ. ആളും മിടുക്കൻ തന്നെ അല്ലേ? ആമി അത് പറഞ്ഞപ്പോൾ മീനുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരിയായിരുന്നു. അവളുടെ മുഖത്തെ ചിരി കണ്ടാൽ തന്നെ അറിയാം. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.